അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രസ്ഥാന ബന്ധുക്കളെ, എൻ്റെ പേര് ഹുസൈൻ ഫൈളി. മലപ്പുറം ജില്ലയിലെ പാലത്തിങ്ങൽ പ്രദേശത്തുകാരനാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ അള്ളാഹുവിൻ്റെ ഹിദായത്ത്, അവൻ്റെ തൗഫീഖ് എന്ന് പറയട്ടെ. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം സുന്നി പ്രസ്ഥാനമായിരുന്നു. അവിടെ നിന്ന് ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. സത്യപ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന വിവരം നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഞാൻ സുന്നി പ്രസ്ഥാനത്തിലെന്ന് പറയുമ്പോൾ സുന്നി പ്രസ്ഥാനത്തിലെ ദർസുകളിൽ 8-9 കൊല്ലം പഠിക്കുകയും പിന്നീട് ബിരുദത്തിനായി പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ കോളേജിൽ 1991 മുതൽ 94 കൂടിയ കൊല്ലങ്ങളിൽ 3 വർഷത്തോളം അവിടെ പഠിക്കുകയും അവിടെ നിന്ന് ബിരുദമെടുത്ത് 1994 ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ ഒരു ഫൈസിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണ്. ഈ ഇസ്ലാമിൻ്റെ തനിമ, അതിൻ്റെ ഖാലിസായ യഥാർത്ഥ വക്രതയില്ലാത്ത സിറാത്തുൽ മുസ്തഖീം, അതാണല്ലോ ഇസ്ലാം. അത് വിവരിച്ചു തന്നത് എൻ്റെ പ്രസ്ഥാനമാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ ആരുടെയും പ്രചോദനമോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയോ ഒന്നുമില്ലാതെ തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതടിസ്ഥാനത്തിൽ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹത്തുക്കളായ സച്ചരിതായ സ്വഹാബിവര്യന്മാരും സലഫ് സ്വാലിഹീങ്ങളും അവരെ പിന്തുടർന്ന് അവരുടെ യഥാർത്ഥ ആ പ്രവർത്തനവും വിശ്വാസവും എന്തെന്ന് സമൂഹത്തിൽ ഇന്ന് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ ആ പണ്ഡിതന്മാരുടെ ദഅവത്തിൻ്റെ ഒരു പിന്തുണയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചോദനവും എനിക്ക് ലഭിച്ചു. എന്ന് വെച്ചാൽ ഖുർആൻ തിരുസുന്നത്തും ശരിക്കും പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇസ്ലാഹി പ്രസ്ഥാനമല്ലാത്ത മറ്റ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, മറ്റു പോലത്തെ പ്രസ്ഥാനങ്ങളില്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സുന്നിസത്തിൽ നിന്ന് അവിടേക്ക് പോവാതെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നു? അതിനും കൂടി മറുപടി പറയുകയാണ്. യഥാർത്ഥത്തിൽ അവരെ കയ്യിൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അസ്ഥിവാരമായി പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ തൗഹീദ്, അതിൻ്റെ ആ പ്രബോധനം യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിലൊന്നുമില്ല. അതോടൊപ്പം ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ നിന്ന് വന്നുവോ അവിടെ എനിക്ക് എൻ്റെ ആദർശപരമായി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ വിശ്വാസം വികലമാണെന്നും അതോടൊപ്പം കർമ്മങ്ങളും ബിദ്അത്തുകൾ നിറഞ്ഞ കർമ്മങ്ങളുമാണെന്നും ഇസ്ലാമും അഷ്റഫുൽ ഖൽഖും സഹാബത്തും പരിചയപ്പെടാത്ത കുറേ ഇബാദത്തുകൾ കടത്തിക്കൂട്ടുകയും സ്വന്തം അതൊക്കെ നിർമ്മിച്ചുണ്ടാക്കി അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടി ഇത് പരിശുദ്ധ ഇസ്ലാമാണെന്ന ഒരു യാഥാർത്ഥ്യം സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നില്ല ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് ക്ലിയർ ആവേണ്ടത്. അത് തൗഹീദാണ്. ആ തൗഹീദ് യഥാർത്ഥത്തിൽ ആ തൗഹീദിനെതിരായ ശിർക്ക് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ആ ഒന്ന് ശിർക്ക് വിശ്വാസപരമായ കർമ്മ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റൊന്ന് നമ്മുടെ ബിദ്അത്തുകൾ കൂടിയിട്ടുള്ള പ്രവർത്തനവും. അപ്പോൾ ഇതിലൊക്കെ അടിസ്ഥാനത്തിൽ അതല്ല ശരിയെന്ന് പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിലേറ്റവും സൽസരണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പൂർവികരായ മഹത്തുക്കളെ അടിസ്ഥാനത്തിൽ പിൻപറ്റി തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിഷ്ടം എന്ന് പറയുന്ന ഈ സംഘടന. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ കടന്നു വന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ, തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ. സുന്നിസത്തിൽ വന്നു, പക്ഷേ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ തർക്കമുണ്ടെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ ആ തർക്കങ്ങളുടെ യഥാർത്ഥ വസ്തുതകളൊക്കെ ശരിക്ക് അതും കൂടി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇനി വേണ്ടത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ സത്യമാണെന്ന് മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മിഥ്യയാണെന്നും അത് യഥാർത്ഥമല്ലെന്നും എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സത്യം തുറന്നു പറയേണ്ട ബാധ്യത ഒരു പണ്ഡിതൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായതുകൊണ്ട് അള്ളാഹു ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാന നിയമങ്ങളും ബൈലോകളും ഈ ആദർശവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രബോധന രംഗത്തേക്ക് കടന്നു വരാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.